ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ്യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് മുടി നന്നായിട്ട് വളരുക, മുടി കൊഴിച്ചിൽ മാറുക, മുടിക്ക് നല്ല ഉള്ളുണ്ടാവുക, കാണാൻ നല്ല ഭംഗിയുള്ള നല്ല തിളക്കമുള്ള മുടി ഉണ്ടാവുക എന്നുള്ളതൊക്കെ. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് മുടി കൊഴിച്ചിൽ കൂടുതലാവുകയും നമ്മുടെ നഷ്ടപ്പെട്ട മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികൾ വരാതിരിക്കുകയും അങ്ങനെ കാലക്രമേണ ഉള്ളു കുറഞ്ഞ് ഉള്ള മുടിയെല്ലാം നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലും അടുക്കളയിലും ഒക്കെ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെമഡിയാണിത്. ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ട്, എന്ത് ചെയ്തിട്ടും മാറ്റമില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം. ഹെയർ പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉലുവയാണ്. ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത്. ഒരു 2-3 സ്പൂൺ അളവിൽ ഉലുവ എടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഈ ഒരു ഉലുവയുടെ കൊഴുപ്പ് നമുക്ക് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വെറും വെള്ളം പോലെ നമ്മുടെ ഒരു ഹെയർ ടോണർ പോലെയൊക്കെ ആയിപ്പോവും. അപ്പോൾ ഞാനിവിടെ ഒരു 3 സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് ചെമ്പരത്തി പൂവാണ്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഉലുവ തന്നെയാണ്. ചെമ്പരത്തി പൂ ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചെമ്പരത്തി പൂവും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉലുവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു ചെമ്പരത്തി പൂവും കൂടെ ഇട്ട് കൊടുക്കുക. അതില്ലാത്തവർ ഉണ്ടെങ്കിൽ ഇത് മാത്രം ഉലുവയും വെള്ളവും മാത്രം എടുത്താൽ മതി. അപ്പം ഞാനിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഒരു 10 മിനിറ്റോളം ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ചെമ്പരത്തി പൂവും ഉലുവയൊക്കെ നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആ ഒരു കൊഴുപ്പിലായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്താണ് നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാനായിട്ട് വയ്ക്കുന്നത്. ചെമ്പരത്തിപ്പൂ നമ്മൾ മുടിയിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാൻ സഹായിക്കും. നരയൊക്കെ വരാതിരിക്കാനും വന്നിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും ഒക്കെ ഏറ്റവും നല്ലതാണ് ചെമ്പരത്തി യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിക്ക് നല്ല തിളക്കം ഉണ്ടാവാനും നന്നായിട്ട് കണ്ടീഷൻ ചെയ്ത് വെക്കാനും നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന അഴുക്കെല്ലാം നന്നായിട്ട് തന്നെ റിമൂവ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. 10 മിനിറ്റ് തിളപ്പിച്ചപ്പോഴേക്കും ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ചെമ്പരത്തിയും ഉലുവയും ഒക്കെ നന്നായിട്ട് തിളച്ച് അതിൻ്റെ കൊഴുപ്പ് പോലെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പം നമ്മുടെ പാക്കൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പം മിക്സിയിൽ അരയ്ക്കുന്നതിനേക്കാളും നല്ലത് കൈകൊണ്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഉലുവയും ചെമ്പരത്തിയും മാറ്റിയിട്ട് അത് വേറൊരു പാക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആദ്യം കൈകൊണ്ട് ഉടച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ആ ഒരു വെള്ളമാണ് നമ്മൾ ഈ ഹെയർ പാക്ക് പോലെ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പാക്കൊക്കെ ഇവിടെ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഉലുവയുടെയും ചെമ്പരത്തിയുടെയും ആ ഒരു ഇത് നമ്മൾ കളയേണ്ട കാര്യമില്ല. അതും നമുക്കൊരു പാക്കായിട്ട് യൂസ് ചെയ്യാം. പിറ്റേ ദിവസം തേങ്ങാപ്പാലിൻ്റെ കൂടെ ഈ ഒരു ഉലുവയും ചെമ്പരത്തിയും കൂടെ അരച്ചെടുത്തിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതും നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന നല്ലൊരു പാക്ക് തന്നെയാണ്. അപ്പോൾ ഞാനിത് അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വെള്ളമാണ് നമ്മൾ ഈ ഒരു പാക്കായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്.
ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവണക്കെണ്ണയാണ്. മുടിക്ക് ഉള്ളു കുറവുള്ളവർ എന്തായാലും യൂസ് ചെയ്യേണ്ട ഒന്നാണ് ആവണക്കെണ്ണ. ആവണക്കെണ്ണ പുതിയ മുടികൾ വളർന്നു വരാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ വളരെ കുറച്ച് ആവണക്കെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 ഡ്രോപ്സൊക്കെ ആവണക്കെണ്ണയിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പാക്ക് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. നിങ്ങൾ സ്ഥിരമായിട്ട് എണ്ണ തേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പം എണ്ണ തേച്ചില്ലെങ്കിലും അത്ര കുഴപ്പമില്ല കേട്ടോ. കാരണം നമ്മളിതിലേക്ക് ആവണക്കെണ്ണ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ മുടി ഒരിക്കലും ഡ്രൈ ആക്കില്ല. മുടി നല്ല സ്മൂത്ത് ആക്കിയിട്ട് വയ്ക്കും. നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. 1-2 മിനിറ്റൊക്കെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് മുടി മുഴുവനായിട്ടും അറ്റം വരെയും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അതിനുശേഷം വാഷ് ചെയ്യാം. പിന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് ഷാമ്പു ഒന്നും യൂസ് ചെയ്യരുത്. താളി പോലുള്ളത് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിലൂടെ ചോദിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്